ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറിയിലേക്ക് വെച്ച് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു റെസിപ്പിയാണ് മുഗളായി ചിക്കൻ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. കൂടെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഈ മസാലയൊക്കെ ഇതിനൊന്ന് നന്നായിട്ട് പിടിച്ച് വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മളിതിനെ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പിന്നീട് നമുക്ക് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നീട് കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ നെയ്യിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യോളം ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, തക്കോലം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. കുനുകുനാന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റണം. അപ്പോൾ സവോളയുടെ ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നവരെ നമ്മൾ ഈ സവോളനെ വഴറ്റണം. അപ്പം നമ്മൾ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വരുന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാലയൊക്കെ ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് നമ്മുടെ ഈ സവോളക്കകത്തിട്ടിട്ട് നമ്മുടെ ചിക്കനെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ആ ചിക്കൻ്റെ പുറത്തെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് നമ്മളിതിനെ വഴറ്റണം. അപ്പം നമ്മുടെ ചിക്കൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്കും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലകളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പം അതിന് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് തൈരാണ് എടുത്തിട്ടുള്ളത്. തൈരിലേക്ക് ഒരു 5-10 ബദാം, ഒരു 10-15 അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ്. പെരിഞ്ജീരകം നൈസായിട്ട് പൊടിക്കരുത്, ഒരു തരിതരിപ്പോട് കൂടി പൊടിച്ചിട്ടാൽ മതി. അതും കൂടെ പൊടിച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമ്മളിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 2-3 മിനിറ്റ് നമ്മളെ ചിക്കനും ഈ അരപ്പും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വരുന്നവരെ നമ്മളിതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ ഈ അരപ്പും അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും കൂടി നന്നായിട്ട് മിക്സായി ഒന്ന് ചിക്കനിലേക്ക് നമ്മൾ അരപ്പ് നന്നായി പിടിച്ച് വരുന്നത് വരെ നമ്മളിതിനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ജാറിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, നമുക്കിതിന് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ ആ ജാറിൽ കുറച്ച് അരപ്പിൻ്റെ അംശമൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് വറ്റി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട, നമുക്കിതിനധികം ഗ്രേവി ആവശ്യമില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മളെ ഗ്രേവിക്ക് ആവശ്യമുള്ള ഒരു ഉപ്പും കൂടി നമ്മൾ ഇതിന് ചേർക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കണം. നമ്മളെ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അല്പം മല്ലിയിലയും കറിവേപ്പും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പ് മാത്രം ചേർത്താലും മതി. അപ്പം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു നല്ല വീഡിയോ ആയി നാളെ വരാം.